Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ചെമ്മീന് ചക്കക്കുരും മുരിങ്ങാക്കോലൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ മാങ്ങയും കൂടി വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് മാങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പുളി ചേർത്താണ് ഉണ്ടാക്കണത്. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ഊറ്റി കളയണം കേട്ടോ. തേങ്ങ അരച്ചാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ആവശ്യമുണ്ടേ. ഞാനും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഈ കറി വെക്കുന്നത്. ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇനി അതിലേക്ക് പുളി ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണേ. മുരിങ്ങാക്കായൊക്കെ ചേർത്താട്ടോ ഈ കറി വെക്കണത്. അപ്പം അതിനായിട്ട് മുരിങ്ങാക്കായൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കണേ. മസാലപ്പൊടികളൊക്കെ ചേർത്ത വെള്ളത്തേക്ക് ചക്കക്കുരും ചെമ്മീനൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. തേങ്ങയിലേക്ക് 2 ചെറിയുള്ളിയും 2 വെളുത്തുള്ളി ഇട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുരിങ്ങാക്കോല് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമുക്ക് അരച്ച് വെച്ച ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് ചൂടാക്കി എടുക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് ഇതൊന്ന് തൂമിച്ച് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടോ. ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് ചെമ്മീൻ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് ചെറിയുള്ളിയും കാന്താരി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരുംജീരകം ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു അരമുറി തക്കാളിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും അങ്ങനെ കൈ കിട്ടിയതൊക്കെ അതിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ആ ചെമ്മീനിലേക്ക് അരച്ച് വെച്ച മസാലയും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്താണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്നത്. ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ചെമ്മീനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചെറിയുള്ളി അതിൽ പിന്നെ ഉണ്ടാവുന്നില്ല കേട്ടോ, അത് അതിൽ പൊരിഞ്ഞു പോകും. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് അതൊന്ന് പൊരിച്ചെടുക്കണേ. അപ്പം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ. അത് നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ഫ്രൈ ആണേ. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ചോറും നല്ല ചെമ്മീനും ചക്കക്കുരും മുരിങ്ങാക്കോലൊക്കെ ഉണ്ട്, നല്ല അടിപൊളി കറിയും തൈരും അച്ചാറും പപ്പടം കുറച്ച് ചെമ്മീൻ ഫ്രൈ ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.